Now see anatomy of large intestine. നോക്ക് anatomy നോക്ക് large intestine. നോക്ക് we have ascending ആയിട്ടുള്ള ഒരു colon ഉണ്ട്. We have transverse colon ഉണ്ട്. നോക്ക് transverse colon ന്റെ shape ഇങ്ങനെ transverse ആയിട്ട് ഉള്ള രീതിയിൽ നമുക്കൊരു colon ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇനി അതേപോലെ തന്നെ അസെൻഡിങ് കോളൻ ഉണ്ട്, ഡിസെൻഡിങ് കോളൻ ഉണ്ട്. അസെൻഡിങ് കോളൻ ഉണ്ട്, ഡിസെൻഡിങ് കോളനും ഉണ്ട്. അസെൻഡിങ് കോളനും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഡിസെൻഡിങ് കോളനും ഉണ്ട്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നോക്ക് സീക്കം ഉണ്ട്. സീക്കം ആണ് അതിന്റെ ഈ ഒരു ലെയറിലാണ് നമ്മൾ എന്താ പറയുക സീക്കം എന്ന് പറയും. ഈ ഒരു അറ്റത്തുള്ള ഒരു ലെയർ ഉണ്ട്, നമ്മൾ അപ്പൻഡിക്സ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇനി സിഗ്മോയിഡ് കോളൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിസെൻഡിങ് ആയിട്ട് നമുക്ക് സിഗ്മോയിഡ് ആയിട്ടുള്ള ഒരു കോളൻ ഉണ്ട്. സിഗ്മോയിഡ് ആയിട്ടുള്ള ഒരു കോളൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റക്റ്റം ഉണ്ട്, കണക്റ്റഡ് ടു ആനസ്. റക്റ്റം കഴിഞ്ഞ് നേരെ കണക്ട് ചെയ്യുന്ന എവിടേക്കാണ്? ആനസിലേക്ക് നമുക്ക് അതിന്റെ കണക്ഷനും പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അനാട്ടമി ഓഫ് ലാർജ് ഇന്റസ്റ്റൈൻ ഈസ് ക്ലിയർ ഫോർ യു. ഇസ് ഇറ്റ് ഡിയർ സ്റ്റുഡന്റ്സ്? ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. Now see rectum and anus. സിമ്പിൾ ആയിട്ടുള്ള ആളുകളാണ് rectum and anus. നോക്കാം. lying at the rectum നോക്കെ lying at the end of the large intestine. അപ്പൊ rectum എവിടെയാണ്? rectum എവിടെയാണ്? lying at the end of large intestine. ലാർജ് ഇന്റസ്റ്റൈൻ്റെ അറ്റത്തേക്ക് ഇത് സിഗ്മോയിഡ് കോളം കണ്ടോ? സിഗ്മോയിഡ് കോളം ഇവിടെ വരെ ഉണ്ടാവും. സിഗ്മോയിഡ് കോളം കഴിഞ്ഞിട്ട് പോളിപ് ക്യാൻസർ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ റീജിയനാണ് റക്ടം എന്ന് നമ്മൾ പറയുന്നത്. എന്താ നമ്മൾ പറയാ? റക്ടം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? മസ്കുലാർ ഓർഗൻ അബൌട്ട് 15 സെന്റിമീറ്റർ ലോങ്. എന്താണ്? ഒരു മസ്കുലാർ ഓർഗൻ ആണ്. മസ്കുലാർ ഓർഗൻ ആണ് വിത്ത് 15 സെന്റിമീറ്റർ ലോങ് ആണ്. മസ്കുലാർ ഓർഗൻ ആണ് വിത്ത് 15 സെന്റിമീറ്റർ ലോങ് ആണ്. മസ്കുലാർ ഓർഗൻ വിത്ത് 15 സെന്റിമീറ്റർ ലോങ്. ക്ലിയർ അല്ലേ? ഇറ്റ് ഓപ്പൺസ് ത്രൂ ദ ആനസ്. അത് നേരെ എന്തിന്? ആനസിലേക്ക് അത് പോകുന്നു. ഓപ്പൺസ് ത്രൂ ദ ആനസ്. സ്റ്റോർസ് അൺഡൈജസ്റ്റഡ് ഫുഡ് ആൻഡ് ഫീക്കൽ മാറ്റർ. ആനസിലാണ്, നമ്മൾ എവിടെയാണ്? ആനസിലാണ്. അത് സ്റ്റോർസ് അൺഡൈജസ്റ്റഡ് ഫുഡ് ആൻഡ് ഫീക്കൽ മാറ്റർ ആനസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആനസിൽ അൺഡൈജസ്റ്റഡും ആയിട്ടുള്ള ഫീക്കൽ മാറ്ററും ഫുഡും ഒക്കെ അവിടെ ചെയ്യുന്നു. ഫുഡ് എന്ന് പിന്നെ പറയാൻ പറ്റില്ല. അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും അതേപോലെ തന്നെ ഫീക്കൽ മാറ്റർ ആണ് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റക്ടം ആൻഡ് അനസിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. അപ്പൊ ഇത് നമ്മുടെ ഡൈജഷൻ എന്ന ഏരിയ കംപ്ലീറ്റ് അല്ലേ മക്കളെ? മനസ്സിലായല്ലോ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഡൈജഷൻ ആൻഡ് ദോസ് തിങ്സ് ആർ ക്ലിയർ ഫോർ യു. So students, now we are going to discuss about anus, one of the important and the last part of the digestion. അല്ലേ? So anus ന്റെ കേസിൽ എങ്ങനെ ഉണ്ടാകുക നോക്ക്. anus ന്റെ കേസിൽ എന്താണ്? It lies at the base of the abdomen. abdomenന്റെ ബേസിലാണ് anus ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? abdomenന്റെ ബേസിലായിട്ടാണ് നമുക്ക് anus ഉണ്ടാവുന്നത്. ക്ലിയർലേ? സോ ത്രൂ ദിസ് സോളിഡ് വേസ്റ്റ് സബ്സ്റ്റൻസ് ലീവ് ദ ബോഡി. അപ്പൊ ആനസിലൂടെയാണ് എന്ത്? സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് സബ്സ്റ്റൻസ് ബോഡിയിൽ നിന്ന് ലീവ് ചെയ്യുന്നത്. നോക്ക്, വി സോ ദാറ്റ് നമുക്ക് ഇവിടെ എൻഡിൽ റക്തത്തിന് താഴെ ആയിട്ടാണ് നമുക്ക് ആനസ് ഉള്ളത് അല്ലേ? സോ ഇറ്റ് ലൈസ് അറ്റ് എന്താണ്? ബേസ് ഓഫ് ദി ലൈസ് അറ്റ് ദി എവിടെയാണ്? ബേസ് ഓഫ് ദി abdomen. It lies at the base of the abdomen. Concept okay അല്ലേ? It lies എവിടെയാണ്? At the base of the abdomen. Through this solid waste substance leave the body. അതിലൂടെയാണ് നമ്മുടെ സോളിഡ് വേസ്റ്റ് സബ്സ്റ്റൻസ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ലീവ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആനസിന്റെ കേസ്. അപ്പൊ നമ്മൾ റക്ടം കണ്ടു, ആനസും കണ്ടു. അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. Hello students, so we have completely discussed about the digestion and all those parts related to digestive system, is it? So when this food enters in the mouth and after that it ends at where? It's at where? Anus. Okay, so these concepts are completely done, is it dear students? Now we are going to start the new concepts. What are they? The glands associated with digestive system. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഗ്ലാൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ ഗ്ലാൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട ഗ്ലാൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ക്ലിയർലേ മക്കളെ? സോ നമ്പർ 1 വി ഹാവ് സലേവറി ഗ്ലാൻസ്. ആരാണ് നമുക്ക് ആദ്യമായിട്ടുള്ളത്? വി ഹാവ് സലേവറി ഗ്ലാൻസ്. നോക്കാം. സലേവറി ഗ്ലാൻസ് പ്രൊഡ്യൂസസ് സലൈവ through a system of ducts. എന്താണ് മക്കളെ? it produces എന്താണ്? saliva throughout the system of ducts.
സലൈവ ഡക്സിന്റെ സിസ്റ്റത്തിലൂടെ ത്രൂ ഔട്ട് ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ പ്രൊഡ്യൂസ് സലൈവ ത്രൂ ഔട്ട് എ സിസ്റ്റം ഓഫ് ഡക്സ്. പ്രൊഡ്യൂസ് എന്താണ്? സലൈവ. തുപ്പൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നീര്, ഉമിനീര് എന്നൊക്കെ പറയും. സോ പ്രൊഡ്യൂസ് സലൈവ ത്രൂ എ സിസ്റ്റം ഓഫ് ഡക്സ്. ക്ലിയർ അല്ലേ? സലൈവ കണ്ടെയ്ൻസ് the enzyme amylase which digests the starch. അപ്പോൾ സലൈവ contains എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? contains enzyme. സലൈവ കണ്ടെയ്ൻ എൻസൈമിന്റെ പേരാണ് salivary amylase. എന്താണ്? salivary amylase അല്ലേ? salivary amylase അല്ലേ? നോക്ക്, saliva contains enzyme amylase which digest എന്താണ്? it can digest എന്താണ്? starch. അതിനെ സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഡൈജസ്റ്റ് സ്റ്റാർച്ച്. ഇറ്റ് ക്യാൻ ഡൈജസ്റ്റ് വാട്ട്? സ്റ്റാർച്ച്. സ്റ്റാർച്ച് അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ഈവൻ ഡൈജസ്റ്റ് സ്റ്റാർച്ച്. ക്ലിയർലി കോൺസെപ്റ്റ്? ഓക്കെ. ക്യാൻ ഡൈജസ്റ്റ് സ്റ്റാർച്ച്. നൗ സി, prevents microbial growth in mouth. It also prevent എന്താണ്? microbial growth in the mouth. It also എന്താണ് മക്കളെ? prevents microbial growth in the mouth. മൗത്തിൽ ഉണ്ടാകുന്ന മൈക്രോബ്സിന്റെ ഗ്രോത്ത് തടയും. it also എന്ത് ചെയ്യും? prevents microbial growth in the mouth. it also prevent the microbial growth in the mouth. clearly concept okay അല്ലേ മക്കളെ? settle അല്ലേ? so 0.5 to 0.1 liters of saliva produced every day in humans. എന്താണ്? 0.5 to 0.1 liters of saliva produced every day in humans. എത്രയാണ്? 0.5 മുതൽ 1.5 liters of saliva produced every day in human beings കേസാണ്. അപ്പൊ എങ്ങനെയാണ്? 0.5 to 1.5 liters of saliva ആണ് ഒരു ഹ്യൂമൻസിലെ ഡെയിലി പ്രൊഡ്യൂസ്ഡ് ആവുന്നത് അല്ലേ? ക്ലിയർലേ മക്കളെ കോൺസെപ്റ്റ്? നോക്ക്, എൻകറേജസ് ടിഷ്യൂ റിപ്പയർ. എന്താണ്? എൻകറേജ് ടിഷ്യൂ റിപ്പയർ എന്താവും? എൻകറേജ് ചെയ്യും. ടിഷ്യൂ റിപ്പയർ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യപ്പെടും. അതിന് എന്താ പറയുക, ബാക്ക് ടു ലൈഫ് ആക്കാൻ വേണ്ടിയിട്ട്, അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്ട് ആസ് എ സോൾവെന്റ് ഓഫ് ഫുഡ്. എന്താണ്? ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് എ സോൾവെന്റ് ഓഫ് ഫോർ ഫുഡ്. ഫുഡിന്റെ ഒരു സോൾവെന്റ് ആയിട്ട് അവന് ആക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സലൈവറി ഗ്ലാൻസിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. കോൺസെപ്റ്റ് ഓക്കെ ആണോ മക്കളെ? ഗ്ലാൻസ് അസോസിയേറ്റഡ് വിത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിലൊന്നാമതായി നമുക്ക് പഠിക്കാനുള്ളത് സലൈവറി ഗ്ലാൻസ്. ആരാണ് നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ? സലൈവറി ഗ്ലാൻസ്. ആരെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? സലൈവറി ഗ്ലാൻസ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? സോ പ്രൊഡ്യൂസ് സലൈവ ത്രൂ എ സിസ്റ്റം ഓഫ് ഡക്ട്സ്. ക്ലിയർ ആണ്. സലൈവ കണ്ടെയ്ൻ ദ എൻസൈം അമിലേസ് വിച്ച് ഡൈജസ്റ്റ് സ്റ്റാർച്ച്. സലൈവറി അമിലേസ് നമ്മൾ പറഞ്ഞു. ഇനി നോക്ക്, prevents microbial growth in the mouth. അത് നമ്മൾ പറഞ്ഞു. 0.5 to 0.1.5 liters of saliva is produced daily by human beings. Encourages a tissue repair encourage ചെയ്യുന്നുണ്ട്. act as a solvent for food. ഫുഡിനെ സോൾവെന്റ് ആയിട്ടും അവ ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സലൈവറി ഗ്ലാൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് ടു സലൈവറി ഗ്ലാൻസ് ഇസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നോക്കാം. സലൈവറി ഗ്ലാൻസിന്റെ കേസിൽ നോക്ക്, സബ്ലിംഗ്വൽ ആയിട്ടുള്ള ഡക്റ്റ് ഉണ്ട്. വി ഹാവ് എന്താണ്? സബ്ലിംഗ്വൽ ഡക്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് വെയർ ഇൻ ബിറ്റ്വീൻ. എവിടെയാണ്? നമ്മുടെ മൗത്തിന്റെ റീജിയൻ കണ്ടോ? സലൈവറി ഈ റീജിയനിലായിട്ടാണ് നമ്മുടെ സബ്ലിംഗ്വൽ ഡക്റ്റ് പ്രസന്റ് ആണ്. ലിംഗ്വൽ ഫെർമിനം. എന്താണ്? ഫെർനുലം എന്ന് പറയുന്ന ആള്. ലിംഗ്വൽ ഫെർനുലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടെങ്ങിന്റെ കുറച്ചും കൂടി ഡൗൺ ആയിട്ടുണ്ടാവും. സബ്ലിംഗ്വൽ ഗ്ലാൻഡും ഉണ്ട്. അതേപോലെ സബ് മാൻഡിബുലാർ ഡക്റ്റ്. നോക്ക്, സബ് മാൻഡിബുലാർ ഡക്റ്റ്. സിമിലർ വേ സബ് മാൻഡിബുലാർ ഡക്റ്റ് ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്, പാരറ്റോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, പാരറ്റോയിഡ് ഡക്റ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്ക്, ഇതിന്റെ ലൈമിന്റെ എവിടെയാണെന്ന് വരുന്നത് നോക്ക്. മൗത്ത് റീജിയൻ. ഈ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോരോ പാർട്ടിലായിട്ട് നമുക്ക് എന്തുണ്ട്? പാരറ്റോയിഡ് ഗ്ലാൻഡ് ഉണ്ട്, പാരറ്റോയിഡ് ഡക്റ്റ് ഉണ്ട്, സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് ഉണ്ട്, സബ് മാൻഡിബുലാർ ഡക്റ്റ് ഉണ്ട്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ഉണ്ട്, ലിംഗ്വൽ ഫെർനുലം ഉണ്ട്, സബ് ലിംഗ്വൽ ഡക്റ്റും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഡൺ.
ഓക്കെ. നൗ സെക്കൻഡ് വൺ വി ഹാവ് ലിവർ. അടുത്തായിട്ട് നമുക്കുള്ളത് എന്താണ് മക്കളെ? ലിവറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ് ലിവർ. സോ ലിവറിന്റെ കേസും കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ലിവർ നോക്കാം. റെഡിഷ് ബ്രൗൺ ഇൻ കളർ ആണ്. ലിവറിന്റെ കേസിലാകുമ്പോൾ ലിവർ എങ്ങനെയാണ്? ഒരു റെഡിഷ് ആയിട്ട് റെഡിഷ് ബ്രൗൺ കളർ ആണ്. ബ്രൗൺ കളർ ആണ് ആർക്ക്? നമ്മുടെ ലിവറിന്. എന്താണ്? റെഡിഷ് ബ്രൗൺ കളർ ആണ് എന്ത്? നമ്മുടെ ലിവറിന് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? നോക്ക്. Situated on the right side of the upper part of the abdomen. Situated at the എവിടെയാണ്? Right side in the upper part of the abdomen. Situated at the right part of the upper part of the abdomen. അബ്ഡോമന്റെ അപ്പർ പാർട്ടിലേക്കാണ് അവ പ്രസന്റ് ആകുന്നത്. ക്ലിയർലി? സിറ്റുവേറ്റഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി അബ്ഡോമൻ. സിറ്റുവേറ്റഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി അബ്ഡോമൻ. ക്ലിയർ അല്ലേ? ക്ലിയർ. Largest gland of the body. They are the largest gland of the body. എന്താണ് largest gland of the body? Liver. Liver is the largest gland of the body. ബോഡിയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആരാണ് മക്കളെ? ലിവർ ആണ്. ലിവർ ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ദി ബോഡി. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ലിവർ ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ദി ബോഡി. ക്ലിയർ? ഓക്കെ. ഇറ്റ് സെക്രീറ്റ് എന്താണ്? ബൈൽ ജ്യൂസ്. എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ബൈൽ ജ്യൂസ് ആണ്. ഇറ്റ് സെക്രീറ്റ്സ് വാട്ട്? ബൈൽ ജ്യൂസ്. ബൈൽ ജ്യൂസ് ആണ് ഇവ സെക്രീറ്റ് ചെയ്യുന്നത്. എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? ബൈൽ ജ്യൂസ് ആണ് ഇവ സെക്രീറ്റ് ചെയ്യുന്നത്. എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത് മക്കളെ? ബൈൽ ജ്യൂസ് ആണ് ഇവ സെക്രീറ്റ് ചെയ്യുന്നത്. ബൈൽ ജ്യൂസ് ഈസ് സ്റ്റോർഡ് ഇൻ എ സാക്ക് കോൾഡ് ഗാൽ ബ്ലാഡർ. അപ്പോൾ ഈ ബൈൽ ജ്യൂസ് ഇല്ലേ, ഈ ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഒരു ഗാൽ ബ്ലാഡറിലാണ്. എന്ത്? ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ബൈൽ ജ്യൂസ് എവിടെയാണ് മക്കളെ സ്റ്റോർ ചെയ്യുന്നത്? ഗാൽ ബ്ലാഡറിലാണ്. ഗാൽ ബ്ലാഡറിലായിട്ടാണ് നമ്മുടെ ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ക്ലിയർലി കോൺസെപ്റ്റ്? ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഇമ്പോർട്ടന്റ് റോൾ ഇൻ വാട്ട്? ഡൈജഷൻ ഓഫ് ഫാറ്റ്. എന്താണ് മക്കളെ എവിടെ ഉണ്ടാകുന്നത്? ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഡൈജഷൻ ഓഫ് ഫാറ്റിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നത് ആരാണ് മക്കളെ? നമ്മുടെ ബൈൽ, അതായത് ലിവർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് വഹിക്കുന്നത്. ദ പവർ ഓഫ് റീജനറേഷൻ. ലിവർ ഹാസ് എ പവർ ഓഫ് റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗൻ ആണ്. റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗൻ ആണ് ആര് മക്കളെ? നമ്മുടെ ലിവർ. ലിവറിന് എന്തുണ്ട്? റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ലിവറിന് എന്തുണ്ട്? റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ലിവറിന് എന്തുണ്ട് മക്കളെ? റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ലിവറിന് എന്തുണ്ട്? റീജനറേഷൻ കപ്പാസിറ്റിയും ഉണ്ട്. ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഡൈജഷൻ ഓഫ് ഫാറ്റ്, ഹാസ് എ പവർ ഓഫ് റീജനറേഷൻ. Reddish brown in color, situated on the right side of the upper part of the abdomen, largest gland of the body. Secretes bile juice. Bile juice stored in sac called gallbladder. Important role in digestion of fat, has a power of regeneration. Three concepts clear അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിവറിന്റെ കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നമുക്ക് ലിവറിന്റെ കേസിൽ റൈറ്റ് ലോബ് ഉണ്ട്. ഒരു ലിവറിന്റെ കേസ്, ഒരു ലിവറാണിത്. സോ നമുക്ക് ലെഫ്റ്റ് ലോബും ഉണ്ട്, റൈറ്റ് ലോബും ഉണ്ട്. കൊറോണറി ലിഗമെന്റ് ആണ് നമുക്ക് ഔട്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെ ഫാൽസിഫോം ലിഗമെന്റ് നമുക്ക് ഉള്ളിൽ അതിന്റെ സെക്രീഷൻ ഒരു പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഫാൽസിഫോം ലിഗമെന്റ്. ലിഗമെന്ററിസ് എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. അതിന്റെ താഴെയായിട്ട് നമുക്ക് കാണാം ഇവിടെ ഒരു ഗാൽ ബ്ലാഡറും നമുക്ക് ഇവിടെ സ്ഥാപിച്ച പോലെ കാണാം. ഇവിടെ എന്തുണ്ട്? ഗാൽ ബ്ലാഡർ. ഇത് എവിടെ സിറ്റുവേറ്റ് ചെയ്ത് നോക്ക്? സൈഡിൽ നോക്ക്. ഈ റീജിയനായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? നമ്മുടെ ലിവർ കാണാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നൗ വി ക്യാൻ ഗോ വിത്ത് പാൻക്രിയാസ്. എന്താണ് മക്കളെ പാൻക്രിയാസിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. സോ പാൻക്രിയാസ്.
നോക്കാം. ഇറ്റ് ഈസ് എ ക്രീം കളേർഡ് ഗ്ലാൻഡ്. എങ്ങനെയാണ് പാൻക്രിയാസ്? ഇറ്റ് ഈസ് എ ക്രീം കളേർഡ് ഗ്ലാൻഡ്. ഇറ്റ് ഈസ് എ ക്രീം കളേർഡ് ഗ്ലാൻഡ്. ഇറ്റ് ഈസ് എ എന്താണ് മക്കളെ? ഒരു ക്രീം കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് എന്ത്? പാൻക്രിയാസ്. ഇറ്റ് ഈസ് എ ക്രീം കളേർഡ് ഗ്ലാൻഡ്. പാൻക്രിയാസ് ഇസ് എ ക്രീം കളേർഡ് ഗ്ലാൻഡ് ആണ് അല്ലേ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്. ലൊക്കേറ്റഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്. ബിലോ ദ സ്റ്റൊമക്. സ്റ്റൊമക്കിന്റെ ജസ്റ്റ് ബിലോ ആയിട്ടാണ് ഇവ പ്രസന്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്. സ്റ്റൊമക്കിന്റെ ജസ്റ്റ് ബിലോ ആയിട്ടാണ് എന്ത്? നമ്മുടെ പാൻക്രിയാസ് പ്രസന്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ബിലോ ദ സ്റ്റൊമക്. Produces pancreatic juice. They produces pancreatic juice. They produces what? Pancreatic juices ആണ് അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. They produce what? Pancreatic juices. They produce what? Pancreatic juices ആണ് അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. They produce what? Pancreatic juices. Okay അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? It acts on carbohydrates and proteins and change them into simpler forms. They act on where and all? എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? It act on carbohydrates and proteins and change them into simpler forms and change them into simpler forms and change them into simpler forms. Produce insulin to regulate sugar level. Produce insulin to regulate sugar level. Produce insulin to reduce sugar level. എന്താണ് റെഗുലേറ്റ് ചെയ്യുക? Produce insulin to regulate. എന്താണ് റെഗുലേറ്റ് ചെയ്യാൻ? ഷുഗർ ലെവൽ. ഡയബറ്റിക്സ് കൺട്രോളിങ് ഒക്കെ ഇൻസുലിൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതെന്താണ്? ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാസ് ആണ് അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പ്രൊഡ്യൂസ് ഇൻസുലിൻ ടു റെഗുലേറ്റ് ദ ഷുഗർ ലെവൽ. ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൻക്രിയാസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് മക്കളെ? ഇറ്റ് ഇസ് എ ക്രീം കളേർഡ് ഗ്ലാൻഡ്. ഇറ്റ്സ് എ ക്രീം കളേർഡ് ഗ്ലാൻഡ് located just below the stomach, produces pancreatic juice. It acts as on a carbohydrates and proteins and changes what? Changes into simpler forms. Okay, and produce a insulin to regulate sugar level. That diabetics in ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഇൻസുലിൻ ഉണ്ട്. ഇൻസുലിൻ കുത്തിവെക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡയബറ്റിക് പേഷ്യൻസിന്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാൻക്രിയാസ് ഇസ് ക്ലിയർ. ഇസ് ഇറ്റ് ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് പാൻക്രിയാസിന്റെ സ്ട്രക്ചർ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു ഗാൽ ബ്ലാഡർ ഇവിടെ ഉണ്ട്, ബൈൽ ഡക്റ്റ് ഉണ്ട്, കോമൺ ബൈൽ ഡക്റ്റ് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഈ സൈഡിലായിട്ടാണ് നമ്മുടെ പാൻക്രിയാസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഗാൽ സ്റ്റോൺസ് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. സോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പാൻക്രിയാസ് ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, പ്രോസസ് ഓഫ് ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. എന്തൊക്കെയാണ് ഡൈജഷൻ നടക്കുന്ന പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് ദാറ്റ് വിൽ ബി ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റിൽ ആയി നമുക്ക് പോയാലോ? ഓക്കെ, പ്രോസസ് ഓഫ് ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. Series of reaction with food and digestive hormones and juices. എന്താണ് സീരീസ് ഓഫ് റിയാക്ഷൻ? അവിടെ കുറേ അധികം സീരീസ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ ഉണ്ട്. എന്ത് തമ്മിലുള്ള റിയാക്ഷൻ ആണ് മക്കളെ ഇവിടെ ഉണ്ടാകുന്നത്? ഫുഡ് ആൻഡ് ഡൈജസ്റ്റീവ് ഹോർമോൺസും ആൻഡ് ജ്യൂസസും തമ്മിൽ. അപ്പോൾ എന്താണ് മക്കളെ നമുക്ക് പറയാനുള്ളത്? സീരീസ് ഓഫ് റിയാക്ഷൻ. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട് വിത്ത് ഫുഡ് ആൻഡ് ഡൈജസ്റ്റീവ് ഹോർമോൺസ് ആൻഡ് ജ്യൂസ്. എന്തൊക്കെയാണ്? വിത്ത് സീരീസ് ഓഫ് റിയാക്ഷൻ വിത്ത് ഫുഡ് ആൻഡ് ഡൈജസ്റ്റീവ് ഹോർമോൺസ് ആൻഡ് ജ്യൂസസ്. ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് സ്റ്റാർട്ട് ഫ്രം ദി ഓറൽ ക്യാവിറ്റി. അപ്പോൾ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് start from the എവിടെയാണ്? start from the oral cavity എന്നാണ് അവ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓറൽ ക്യാവിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഒരു ആക്ടിവിറ്റി നോക്കാം. നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ആഡ് ബോയിൽഡ് റൈസ് ഓൺ 1 ടെസ്റ്റ് ട്യൂബ്. ആഡ് ബോയിൽഡ് റൈസ് ഓൺ 1 ടെസ്റ്റ് ട്യൂബ്. ആഡ് ടീസ്പൂൺ ഫുൾ ഓഫ് 4 to 5 minutes സ്റ്റൂഡ് ബോയിൽഡ് റൈസ് ഇൻ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ്. ചൂടായിട്ടുള്ള റൈസ്. ആഡ് 10 ml ഓഫ് വാട്ടർ ഇൻ ബോത്ത്. 10 ml ഓഫ് വാട്ടർ നമ്മൾ ബോത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് 5 drops ഓഫ് അയഡിൻ സൊല്യൂഷൻ. എന്താണ്? അയോഡിൻ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ഇൻ ബോത്ത് ദ ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബിലും നമ്മൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട്. റൈസ് ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ടേൺസ് ബ്ലൂ ബ്ലാക്ക്. ടേൺസ് എന്താണ്? ബ്ലൂ ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ്സ് എ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ഹാസ് നോ ചേഞ്ച്. സലൈവ ആക്ട്സ് ഓൺ ദ സ്റ്റാർച്ച് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ്. അപ്പോൾ അവിടെ ആര് ആക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും? സലൈവ ആക്ട്സ് ഓൺ സ്റ്റാർച്ച് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ്. അപ്പൊ സ്റ്റാർച്ച് ആരാ ഡൈജസ്റ്റ് ചെയ്യുന്ന? സലൈവ അല്ലേ? സലൈവ എന്ത് പണിയെടുത്തു? നമ്മുടെ സ്റ്റാർച്ചിനെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. സലൈവ നമ്മുടെ സ്റ്റാർച്ചിനെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ്. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു നമ്മളെ. ആഡ് ബോയിൽഡ് റൈസ് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് ആഡ് ടീസ്പൂൺ ഫുൾ ഓഫ് 4 to 5 minutes സ്റ്റൂഡ് ബോയിൽഡ് റൈസ് ചവച്ച് വെച്ചിട്ട്. ആഡ് 10 ml ഓഫ് വാട്ടർ ഇൻ ബോത്ത്. റൈസ് ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബ്ലൂ ബ്ലാക്ക് കളർ ആയിട്ട് സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ ബ്ലൂ ബ്ലാക്ക് കളർ വരുന്നു. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചപ്പോൾ നോ ചേഞ്ച് ആണ് അവിടെ വന്നത്. അപ്പോൾ സലൈവ ആക്ട്സ് ഓൺ സ്റ്റാർച്ച് ആൻഡ് ഡൈജസ്റ്റ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇതാ എക്സ്പെരിമെന്റ്. വിത്ത് എമലൈസ് ഉണ്ടാവുമ്പോൾ അവിടെ എന്താണ്? നോ ചേഞ്ച്. അവിടെ സ്റ്റാർച്ച് ഉണ്ടാവില്ല. വിത്തൗട്ട് എമലൈസ് ആകുമ്പോൾ ഇവിടെ അപ്പോൾ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഇവിടെ നോ സ്റ്റാർച്ച്. അത് ഡൈജസ്റ്റഡ് ആണ്. അത് ഡയറക്ട്ലി ഡൈജസ്റ്റഡ് ആയിട്ട് പോകും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. Now see, food moves to the stomach through the esophagus by peristalsis movement. നോക്ക് നമ്മുടെ ഫുഡിന്റെ കേസാണ്. ഫുഡ് എന്ത് പറ്റും? ഫുഡ് മൂവ്സ് നോക്ക് ടു സ്റ്റൊമക്ക് ത്രൂ എന്താണ്? ത്രൂ ഈസോഫാഗസ് വഴി എന്ത് മൂവ്മെന്റിലാണ്? എന്ത് മൂവ്മെന്റിലാണ്? നോക്ക് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ് എത്തുന്നത്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ് നമ്മൾ അവിടെ കാണുന്നത്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ക്ലിയർ അല്ലേ? ഫുഡ് മൂവ്സ് ടു ദ സ്റ്റൊമക് ത്രൂ ദ ഈസോഫാഗസ് ബൈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ് അവിടെ എന്ത് ഉണ്ടാവുന്നത്? മൂവ് ചെയ്യുന്നത്. ഫുഡ് മൂവ്സ് ടു സ്റ്റൊമക് ത്രൂ ദ ഈസോഫാഗസ് ബൈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. ബൈ എന്ത് മൂവ്മെന്റ് ആണ് മക്കളെ? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ്. ബൈ എന്താണ്? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ്. ബൈ എന്താണ് മക്കളെ? പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. ക്ലിയർ അല്ലേ? By the secretion of stomach, the food digested and proteins are converted into simpler form. അതായത് സെക്രീഷൻ കാരണം എന്താണ്? സ്റ്റൊമക് ദ ഫുഡ് ഡൈജസ്റ്റഡ് ആൻഡ് പ്രോട്ടീൻസ് ആർ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സിമ്പിൾ ഫോം. അല്ലേ? സിമ്പിൾ ഫോം ആയി നമ്മുടെ പ്രോട്ടീനും കൺവേർട്ട് ആകുന്നുണ്ട്. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് enters to a small intestine as chyme. ആസ് എന്താണ് മക്കളെ? കൈം എന്ന രീതിയിലാണ് അവർ എൻ്റർ ചെയ്യുന്നത്. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് enters to the small intestine as chyme. നോക്ക് pancreatic juice acts on carbohydrates and fat. So pancreatic juice acts on carbohydrates and fats. Pancreatic juice acts on carbohydrates and fats. Similarly, bile juice acts on fat. Similarly, എന്താണ്? നമ്മുടെ bile juice acts on fat and carbohydrates to glucose. ശ്രദ്ധിക്കുക, pancreatic juice, നമ്മുടെ pancreatic juice എന്ത് ചെയ്യും മക്കളെ? ജ്യൂസ് എന്ത് ചെയ്യും? acts on carbohydrates and fat. കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ബൈൽ ജ്യൂസ് ആണെങ്കിലോ ഫാറ്റ് മാത്രം, കാർബോഹൈഡ്രേറ്റ്സ് ടു ഗ്ലൂക്കോസ് ആയിട്ടാണ് കാർബോഹൈഡ്രേറ്റിനെ മാറ്റുന്നത്. കാർബോഹൈഡ്രേറ്റിനെ എന്തായിട്ടാണ്? ഗ്ലൂക്കോസ് ആയിട്ടും മാറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഫുഡ് മൂവ്സ് ടു ദ സ്റ്റൊമക് ത്രൂ ദ ഈസോഫാഗസ് ബൈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്. ബൈ സെക്രീഷൻ ഓഫ് സ്റ്റൊമക് ദ ഫുഡ് ഡൈജസ്റ്റഡ് ആൻഡ് പ്രോട്ടീൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സിമ്പിൾ ഫോം. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് enters to എന്താണ്? സ്മോൾ intestine as എന്താണ്? chyme. Pancreatic juice acts on carbohydrates and fats. അതേപോലെ bile acts on fats and carbohydrates to glucose. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കൾ? ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, now we can move to the next part.
പ്രോട്ടീൻസ് ടു എന്താണ് കൺവേർട്ട് ആകുന്നത്? പ്രോട്ടീൻസ് ടു അമിനോ ആസിഡ്. നോക്ക്, പ്രോട്ടീൻസ് ടു അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ടു അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഫാറ്റ്സ് ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. നോക്ക്, ഫാറ്റ് ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. അപ്പൊ നോക്ക്, പ്രോട്ടീൻസ് ടു അമിനോ ആസിഡ് ആണ്. പ്രോട്ടീൻസിനെ ആരായിട്ടാണ് മക്കളെ മാറ്റുന്നത്? അമിനോ ആസിഡ്സ് ആയിട്ടല്ലേ മാറ്റുന്നത്. ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ടോ? യു ആർ റൈറ്റിംഗ് ഡൗൺ, is it? You are writing down all the points, is it? It's important. Okay, so proteins to amino acid. Proteins എങ്ങനെയാണ് മക്കളെ മാറ്റുന്നത്? അമിനോ ആസിഡ്സ് ആയിട്ട്. ഫാറ്റ്സ് ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റ്സ് ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ക്ലിയർ അല്ലേ? Now ശ്രദ്ധിക്കാം, digestion will complete and absorption takes place in small intestine. Digestion will be complete. Digestion will അവിടെ കഴിഞ്ഞു, completed ആയി. And absorption will be taking place in small intestine. Absorption പിന്നീട് small intestine take place ചെയ്യും. Villi helps to increase absorption by area. ഏരിയ കൂട്ടുമ്പോൾ അപ്പോൾ villi ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അബ്സോർപ്ഷൻ വേണ്ടിയിട്ട്. ആരാണ്? villi. ഇത് എവിടെയാണ് ഉണ്ടാകുന്നത്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലല്ലേ? ഓക്കെ. ഫുഡ് എൻറ്റേഴ്സ് ടു ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഫോർ വാട്ടർ അബ്സോർപ്ഷൻ. വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ആരാണ്? വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് ഫുഡ് എത്തുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് വിൽ ബി സ്റ്റോർ ഇൻ റെക്ടം, റിമൂവ്ഡ് ത്രൂ ആനസ് ആസ് ഫീക്കൽ മാറ്റർ. അത് ആനസിലൂടെ ഫീക്കൽ മാറ്റർ ആയിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ വിൽ സ്റ്റോർ ഇൻ റെക്ടം, റെക്ടത്തിലേക്ക് അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അത് റിമൂവ്ഡ് ത്രൂ ആനസ് ആസ് എ ഫീക്കൽ മാറ്റർ ആയിട്ട് ആനസിലൂടെ അത് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൈജഷൻ എന്ന കേസിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഓക്കെ അല്ലേ മക്കളെ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, നൗ ഹോൾ പ്രോസസ് ഓഫ് ഡൈജഷൻ സമ്മറൈസസ് ആസ് ഫോളോസ്. നോക്ക് ഓർഗൻ മൂവ്മെന്റ് ഡൈജസ്റ്റ് എൻസൈം നോക്കാം. നമുക്ക് മൗത്തിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവിടെ എങ്ങനത്തെ സംഭവിക്കാൻ നോക്കാം. മൗത്തിലൂടെ ച്യൂയിങ് ആണ് നടക്കുന്നത്. അവിടെ സലൈവ ഉണ്ടാവും. അപ്പോൾ സ്റ്റാർച്ചിനായിട്ട് മാറ്റും. ഫുഡ് ദാറ്റ് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻടു സ്റ്റാർച്ച്. ഓക്കെ അല്ലേ? ഈസോഫാഗസ് വഴി പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഉണ്ടാവും. അവിടെ വേറെ സെക്രീഷനും കാര്യങ്ങളൊന്നുമില്ല. ഈസോഫാഗസ് വഴി പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ് നടക്കുന്നത്. സ്റ്റൊമക്കിൽ എത്തുമ്പോൾ അത് ചേണിങ് മൂവ്മെന്റ് ആയിട്ട് മാറും. എന്ത് മൂവ്മെന്റ് ആണ്? ചേണിങ് മൂവ്മെന്റ്. സ്റ്റൊമക്കിൽ ചേണിങ് മൂവ്മെന്റ് ആണ്. അവിടെ നോക്ക്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അവിടെ എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് ആൻഡ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അവര് എന്തായിട്ട് മാറ്റും? പ്രോട്ടീനെ സിംപ്ലർ ഫോമിലായിട്ട് മാറ്റും. ശ്രദ്ധിച്ചോ, എവിടെ നിന്നാണ് നടക്കുക? സ്റ്റൊമക്കിൽ നിന്നാണ് ചേണിങ് മൂവ്മെന്റ് നടക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡും ഡൈജസ്റ്റീവ് എൻസൈംസും പ്രോട്ടീനെ സിംപ്ലർ ഫോമിലേക്ക് മാറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ കേസിൽ നോക്ക്, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ആണ്. ഇവിടെയും പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ്. ഇവിടെ ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് സ്റ്റാർച്ചിന്റെ ആണ് ഫുഡ് ബ്രേക്ക് ഡൗൺസ്. എന്തിന്റെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനിന്റെയും സ്റ്റാർച്ചിന്റെയും ബ്രേക്ക് ഡൗൺ ആണ് അവിടെ നടക്കുന്നത്. ക്ലിയർ അല്ലേ? പാൻക്രിയാസിലാണെങ്കിൽ അവിടെ മൂവ്മെന്റ് ഒന്നുമില്ല. അവിടെ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീനും ഫാറ്റ്സിനാണ് അവിടെ കൺവേർഷൻ നടത്തുന്നത്. സിമിലർലി ലിവറിന്റെ കേസിലാണെങ്കിൽ അവിടെ മൂവ്മെന്റ് ഒന്നുമില്ല. ബൈലാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫാറ്റ്സിന്റെ കൺവേർഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ കേസിലാണെങ്കിലോ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ കേസിലാണ്. അപ്പോൾ അവിടെ സെക്രീഷൻ ഒന്നുമില്ല. പക്ഷേ വാട്ടർ അബ്സോർപ്ഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അവിടെ ഉള്ള. അവിടെ ഫംഗ്ഷൻ എന്താണ്? വാട്ടർ അബ്സോർബ് ചെയ്യുക, വലിച്ചെടുക്കുന്ന കണ്ടീഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് ആരൊക്കെയാ മക്കളെ കാണിക്കുന്നത്? ഒന്ന് മൗത്ത് കാണിക്കുന്നുണ്ടോ? ഈസോഫാഗസിലെ കാണിക്കുന്നേ ഈസോഫാഗസ്. പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് കാണിക്കുന്നുണ്ടോ? ഇല്ല, ചേണിങ് ആണ്. അപ്പോൾ രണ്ടാമത് ആരാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലേ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാണിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ ആരാ? ലാർജ് ഇൻറ്റസ്റ്റൈനും കാണിക്കുന്നുണ്ട്. പിന്നെ ചേണിങ് എന്ന് പറയുന്ന മൂവ്മെന്റ് കാണിക്കുന്നത് ഒറ്റ ഒരാളേ ഉള്ളൂ. ചേണിങ് മൂവ്മെന്റ് കാണിക്കുന്നത് ആരാണ് മക്കളെ? അത് നമ്മുടെ സ്റ്റൊമക്ക് ആണ് എന്ത് ചേണിങ് മൂവ്മെന്റ് നടത്തുന്നത്. നമ്മുടെ സ്റ്റൊമക്ക് ആണ്. അതേപോലെ ഫുഡ് ബ്രേക്കിംഗ് ഡൗൺ നോക്ക്. പ്രോട്ടീൻ സിംപ്ലർ ഫോമിൽ എവിടെയാണ്? സ്റ്റൊമക്കിലാണ്. പ്രോട്ടീൻ സിംപ്ലർ ഫോമിൽ എവിടെയാണ് നടത്തുന്നത്? അത് സ്റ്റൊമക്കിലാണ് നടത്തുക.
സ്മോൾ ഇൻറ്റസ്റ്റൈനിന് എന്തൊക്കെയാണ് ഫുഡ് ബ്രോക്കൺ ഡൗൺ ഉണ്ടാവുക? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, സ്റ്റാർച്ച്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, സ്റ്റാർച്ച്. പാൻക്രിയസിലായിക്കോട്ടെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്സ്. ലിവറിലായിക്കോട്ടെ ഫാറ്റ്സ് ആയിട്ട് മാറും. ലാർജ് ഇൻറ്റസ്റ്റൈനിലായിക്കോട്ടെ വാട്ടർ അബ്സോർപ്ഷൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്താ ഉണ്ടാവുക? വാട്ടർ അബ്സോർപ്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റിൽ അല്ലേ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ. നൗ സി റുമിനൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. സോ നൗ വി ആർ ഗോയിങ് ടു ദ പാർട്ട് നോൺ ആസ് റുമിനൻ. റുമിനൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്കാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സോ നൗ വി ക്യാൻ ഗോ ഫോർ ദ പാർട്ട് റുമിനൻ. എന്താണ് റുമിനൻസിന്റെ കേസിൽ നമുക്ക് നോക്കാം മക്കളെ. റുമിനൻസ്. ഓക്കെ, റുമിനൻസ് എന്താണ്? ദേ ആർ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് വിച്ച് ഹാസ് റൂമൻ. അതായത് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്, ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് വിച്ച് ഹാസ് എന്താണ്? റൂമൻ. റൂമൻ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതാണ്. എന്ത്? ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ഉണ്ടാകുന്നത് ഒരു ഇൻറ്റസ്റ്റൈൻ പോലുള്ള സംഭവം. ഓക്കെ അല്ലേ? സോ നോക്ക്, എക്സാമ്പിൾ കൗവിൻ്റെയാണ് എക്സാമ്പിൾ. ദ ഡൈജസ്റ്റീവ് ട്രാക്ട് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? മൗത്ത്, ഈസോഫാഗസ്, 4 compartments ഓഫ് സ്റ്റൊമക്, റൂമൻ, റെക്ടിക്കുലം, ഓസ്മസം, അബോസം. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. റൂമൻ കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യൽ ബാക്ടീരിയ വിച്ച് കുഡ് ഡൈജസ്റ്റ് ദ സെല്ലോസ്. അവിടെ സ്പെഷ്യൽ ബാക്ടീരിയ ഉണ്ട് വിച്ച് കുഡ് ഡൈജസ്റ്റ് ദ സെല്ലോസ്. അതുകൊണ്ടാണ് പുല്ലൊക്കെ കഴിക്കാൻ പറ്റുന്നത് അവർക്ക്. ക്ലിയർ അല്ലേ മക്കളെ? സോ റുമിനൻസ് ആർ എന്താണ് മക്കളെ? ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് വിച്ച് ഹാസ് റൂമൻ. അപ്പോൾ ഡൈജസ്റ്റീവ് പാർട്സ് ഓഫ് റൂമൻ അതിന്റെ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് നോക്കാം. മൗത്ത്, ഈസോഫാഗസ് ഉണ്ട്, ഈസോഫാഗസ്. പിന്നെയോ 4 compartments. ആർക്ക്? സ്റ്റൊമക്കിന് ഉള്ള കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്പർ 1 ആരാണത്? റൂമൻ ഉണ്ട്. 2 എന്താണ്? റെക്ടിക്കുലം ഉണ്ട്. എന്താണ് മക്കളെ? റെക്ടിക്കുലം ഉണ്ട്. മൂന്നാമതായിട്ട് ഒമാസം ഉണ്ട്. 4ാമത് ഒബമാസം ഉണ്ട്. ക്ലിയർ അല്ലേ? പിന്നീട് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. പിന്നീട് നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈനും ഉണ്ട്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. റൂമൻ കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യൽ ബാക്ടീരിയ വിച്ച് കുഡ് ഡൈജസ്റ്റ് ദ സെല്ലോസ്. സെല്ലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് റൂമന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഓക്കെ. നോക്ക്, ഇതാ റൂമന്റെ കേസിൽ നമുക്ക് നോക്കാം. റൂമൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് സിറ്റുവേറ്റഡ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിന്റെ റീജിയണൽ സ്റ്റാർട്ടിംഗ് റീജിയണലായിട്ടാണ്. ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, നമുക്ക് ഇവിടെ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. സീക്കം എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, അതേപോലെ തന്നെ കഡ് എന്ന് പറഞ്ഞ റീജിയൻ ആണ് ഇത്. ഇവിടെ ഇങ്ങനെ ഒരു കഡ് എന്ന് പറയുന്ന റീജിയനും ഉണ്ട്. ഇതാണ് ഒരു കൗവിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്, റൂമൻ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. Now half chewed, ശ്രദ്ധിച്ചോ, half chewed food swallowed and goes from mouth to the rumen. അതായത് ഹാഫ് chewed ഫുഡ്, അതായത് ഈ പശുക്കളൊക്കെ ഫുഡ് കിട്ടിയ പാട് തന്നെ അത് ചവച്ച് പെട്ടെന്ന് തന്നെ അത് വയറ്റിലേക്ക് എത്തിക്കും. എന്നിട്ട് എന്താ സംഭവിക്കാൻ നോക്കണേ. ഹാഫ് chewed food swallowed and goes from the mouth to rumen. അത് എന്താണ് ഹാഫ് chewed ഫുഡ്? എന്താ ചെയ്യുന്നത്? swallowed, വിഴുങ്ങുക ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ചവയ്ക്കൊന്നുമില്ല. ആൻഡ് goes from mouth to എവിടെയാണ്? റൂമനിലേക്ക് പോകുന്നു. നോക്കേ, ബാക്ടീരിയ ആക്ട്സ് ഓൺ ദ ഫുഡ് ആൻഡ് ഡൈജസ്റ്റ് സെല്ലുലോസ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക നോക്ക് മക്കളെ? ബാക്ടീരിയ അവിടെ ആക്ട് ചെയ്യും. അവിടെ നമ്മുടെ ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് ആക്ട്സ് ആൻഡ് ഫുഡ് ആൻഡ് ഡൈജസ്റ്റ് സെല്ലുലോസ്. അവിടെ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്ത് കളയും. സെല്ലുലോസ് എന്താക്കും? ഡൈജസ്റ്റ് ചെയ്യും. സെല്ലുലോസ് എന്താക്കും മക്കളെ? ഡൈജസ്റ്റ് ചെയ്യും. സെല്ലുലോസ് എന്താകും? ഡൈജസ്റ്റ് ചെയ്യും. സെല്ലുലോസ് എന്താക്കും മക്കളെ? ഡൈജസ്റ്റും ചെയ്യൂലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ നോക്ക്, the food enters to a second muscular chamber called reticulum. പിന്നെ എന്താണ്? ഫുഡ് enters to സെക്കൻഡ് എന്താണ്? മസ്കുലാർ ചാമ്പർ.
കോൾഡ് എന്താണ് റെക്ടിക്കുലം എന്ന് പറഞ്ഞ മസ്കുലർ ചാമ്പറിലേക്ക് എത്തുന്നുണ്ട്. റെക്ടിക്കുലം എന്ന് പറഞ്ഞ മസ്കുലർ ചാമ്പറിലേക്ക് എത്തുന്നുണ്ട്. ദിസ് ഹാഫ് ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് കോൾഡ് കഡ്. ഈ ഹാഫ് ഡൈജസ്റ്റഡ് ഫുഡിനെ നമ്മൾ എന്ത് വിളിക്കും? എന്താ നമ്മൾ വിളിക്കുക മക്കളെ? കഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ഹാഫ് ഡൈജസ്റ്റഡ് ഫുഡിനെ നമ്മൾ എന്താ വിളിക്കുക? കഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സെൻഡ് ബാക്ക് ടു ദ മൗത്ത് ടു ബി ചൂഡ് അഗൈൻ. ആ സ്റ്റോർ ചെയ്ത ഫുഡില്ലേ അവിടെ നിന്ന് മൗത്തിലേക്ക് പിന്നെയും അത് എത്തിക്കുന്നുണ്ട്. എന്തിനാണ്? അതായത് അതിന് ആരെങ്കിലും ഇപ്പോൾ പ്രയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മീൻസ് കൂടുതൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ വാരി വലിച്ച് കഴിച്ചാൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് അവർ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ അതിങ്ങനെ പിന്നെയും അവർ മൗത്തിലേക്ക് പിന്നെയും എടുത്തിട്ട് ച്യൂയിങ് പ്രോസസ്സ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. പ്രോപ്പറായിട്ട് അവർ കഴിക്കും. അങ്ങനെയാണ് ന്യൂട്രിയൻസ് അവരുടെ ബോഡിയിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് റൗണ്ടിൽ അവർ കഴിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും നോക്ക്? കഡ് എന്നൊരു ഫോമിലേക്ക് അവർ എത്തിക്കും. എന്ത് ഫോമില്? കഡ് എന്നൊരു ഫോമിൽ അവർ എത്തിച്ചിട്ട് പിന്നീട് നമ്മൾ അയവർക്ക എന്ന് പറയില്ലേ, ആ രീതിയിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കൗ സിംപ്ലി സിറ്റിംഗ് ആ ഒരു സമയത്ത് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് അത് പിന്നെയും എന്ത് ചെയ്യും? മൗത്തിലേക്ക് എടുത്തിട്ട് അത് കഴിക്കും. ഓക്കെ അല്ലേ? അത് ച്യൂയിങ് പ്രോസസ് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. സോ നോക്ക്, ച്യൂയിങ് ഓഫ് ദ കഡ് ഈസ് കോൾഡ് റൂമിനേഷൻ. എന്താണ് പറയാ? ച്യൂയിങ് ഓഫ് കഡ് എന്നാണ് പറയാ. Chewing of cud is known as what? Rumination എന്നാണ് നമ്മൾ അതിനെ പറയാ. Chewing of cud is known as rumination. Chewing of cud എന്താ പറയാ മക്കളെ? Rumination എന്നല്ലേ പറയാ. So chewing of cud is known as rumination. This type of animals are called ruminants. ഇങ്ങനെയുള്ള ആനിമൽസിനെ നമ്മൾ എന്ത് പറയാ? ruminant animals എന്ന് പറയാ. Rumination കാണിക്കുന്ന ആനിമൽസ് നമ്മൾ എന്താ പറയാ? ruminants എന്നാണ് നമ്മൾ പറയാ. Rumination കാണിക്കുന്ന ആനിമൽസ് എന്താ പറയാ നമ്മള്? ruminants. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് റൂമിനേഷൻ ആൻഡ് റൂമിനൻസ് ആർ ക്ലിയർ ഫോർ യു. ഓക്കെ, നൗ സീ, ഇതാണ് ഒരു കൗണ്ട് ഒക്കെ പിക്ചറാണ്. ഇവരൊക്കെയാണ് റൂമിനേഷൻ കാണിക്കുന്ന ആളുകൾ. ഹൗ ക്യൂട്ട് ഇസ് ഇറ്റ്? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതിൽ അധികം പറയാനൊന്നുമില്ല. ഓക്കെ അല്ലേ? നൗ ലാസ്റ്റ് ഒരു പാർട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് അഗെയിൻ. സോ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഇഞ്ചക്ഷൻ അവിടെ ഉണ്ടാവും. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഒബ്റ്റെയിൻസ് food by pseudopodia, surrounds and engulfs it. ഇത് അമീബിയന്റെ കേസിലൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ നോക്കാം. സോ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? obtains food by its pseudopodia, surrounds and engulfs it. എന്താണ്? obtains food by its pseudopodia. obtains it food by എന്താണ് മക്കളെ? pseudopodia വഴി. അമീബിയന്റെ കേസ് ആണ്. pseudopodia വഴി ഫുഡ് കിട്ടുന്നു. pseudopodia വഴി ഫുഡ് എത്തുന്നു. surrounds and engulfing ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ഫുഡ് കിട്ടുമ്പോൾ എന്താക്കുക മക്കളെ? ആ ഫുഡിന് ചുറ്റും ഇങ്ങനെ പോയിട്ട് ഒരു എൻഗൾഫിങ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. അതൊരു എൻഗൾഫിങ് പോലെ ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുന്ന മക്കളെ? ഒരു എൻഗൾഫിങ് ചെയ്യുന്നില്ലേ? ഉണ്ട്. സോ ഒബ്റ്റെയിൻസ് ഫുഡ് ബൈ ഇറ്റ്സ് pseudopodia and surrounds it and engulfs it. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് കഴിയുന്നത്. ഡൈജഷൻ നോക്ക് മക്കളെ. The food digested in the food. The digested food is in the vacuole ഫോമിലാണ് ഉണ്ടാവുക. പിന്നെ അത് ഡൈജസ്റ്റീവ് എൻസൈം ആയിട്ട് ബൈ ദ ഡൈജസ്റ്റീവ് എൻസൈം, അതായത് വാക്യൂളാക്കി മാറ്റും. ഈ ഫുഡിനെ എൻഗൾഫ് ചെയ്ത ഫുഡിനെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ കൂടി ഒരു ഫുഡ് വാക്യൂൾ ആയിട്ട് മാറ്റും. ക്ലിയർ അല്ലേ? എന്നിട്ട് നോക്ക് അബ്സോർപ്ഷൻ നോക്ക്. ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ സൈറ്റോപ്ലാസം. എവിടത്തേക്കാണ്? സൈറ്റോപ്ലാസത്തേക്കാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. എവിടത്തേക്കാണ് അബ്സോർബ് ചെയ്യുന്നത്? സൈറ്റോപ്ലാസത്തേക്കാണ് അവ അബ്സോർബ് ചെയ്യുന്നത്. അവ എവിടത്തേക്കാണ് മക്കളെ അബ്സോർബ് ചെയ്യുന്നത്? സൈറ്റോപ്ലാസത്തേക്കാണ് അവ അബ്സോർബ് ചെയ്യുന്നത്. അസിമിലേഷൻ പ്രോസസ് നോക്ക്. പിന്നീട് അബ്സോർബ്ഡ് ന്യൂട്രിയൻസ് യൂട്ടിലൈസ്ഡ് ഫോർ റിലീസിങ് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എന്താ പറയാ, ഫുഡ് നമ്മൾ കഴിച്ചല്ലോ, അത് എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞ് ഫുഡ് എത്തി, അത് പിന്നെ ബോഡി യൂട്ടിലൈസ് ചെയ്ത് ബോഡിക്ക് വർക്കിങ്ങിന് വേണ്ടിയിട്ട് അത് റിലീസിങ് എനർജി, അതിനെ നമ്മൾ എന്താ പറയാ? അസിമിലേഷൻ എന്ന് പറയാം. എജഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽ ആർ ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ് ബൈ റപ്ചറിങ് ഫുഡ് വാക്യൂൾസ് റപ്ചർ ചെയ്തിട്ടാണ് അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളുന്നത്. അതാണ് നമ്മളെ എജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? നമ്മുടെ അമീബിയന്റെ കേസിലാകുമ്പോൾ സോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ ഒബ്റ്റെയിൻസ് ഫുഡ് ബൈ ഇറ്റ്സ് pseudopodia, surrounds and engulfs it. ഡൈജഷൻ നോക്ക്. ഫുഡ് ഡൈജസ്റ്റഡ് ഇൻ ദ ഫുഡ് വാക്യൂൾ ബൈ ഡൈജസ്റ്റീവ് എൻസൈം. അബ്സോർപ്ഷൻ കേസ് നോക്ക്. ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു സൈറ്റോപ്ലാസത്തേക്കാണ് അബ്സോർബ് ചെയ്തത്. അസിമിലേഷൻ നോക്ക്. അബ്സോർബ്ഡ് ന്യൂട്രിയൻസ് യൂട്ടിലൈസ്ഡ് ഫോർ റിലീസിങ് റിലീസിങ് എന്താണ്? എനർജിക്ക് വേണ്ടിയിട്ട്. എജഷൻ എന്ന് പറഞ്ഞ നോക്ക്. വേസ്റ്റ് മെറ്റീരിയൽസ് ആർ ഡിസ്ചാർജ്ഡ് ഇൻ ടു ദ സറൗണ്ടിങ്സ് ബൈ റപ്ചറിങ് ദ ഫുഡ് വാക്യൂൾസ്. റപ്ചറിങ് ദ എന്താണ്? ഫുഡ് വാക്യൂൾസ് റപ്ചർ ചെയ്തിട്ടാണ് സറൗണ്ടിങ് ഫുഡ് പാർട്ടിക്കിൾസ് എത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഫുഡ് ഇങ്ങനെ ഉണ്ടാവും. ഫുഡ് നമുക്ക് കിട്ടി. ഇനി സൂഡോപോഡി വഴിയാണ് നമുക്ക് കിട്ടിയത്. സൂഡോപോഡി വഴി നമുക്ക് ഫുഡ് എൻഗൾഫ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇജഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അവിടെ കംപ്ലീറ്റഡ് ആയി. ഇനി നോക്ക് ഡൈജഷൻ നോക്ക്. ഈ ഫുഡ് വാക്യൂൾസ് ഒക്കെ നമ്മൾ ഫുഡ് വാക്യൂൾ ചെയ്തു, ഡൈജഷൻ ചെയ്തു. ഡൈജഷൻ കഴിഞ്ഞ പാട് എന്താണ് അത് ഫുള്ള് അബ്സോർബ് ചെയ്തു. ബോഡി ഫുൾ അത് അബ്സോർബ് ചെയ്ത് വേണ്ട രീതിയിൽ. എന്നിട്ട് അത് എനർജി ആയിട്ട് റിലീസ് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ വർക്കിങ്ങിന് വേണ്ടി എനർജി എന്ന രീതിയിൽ നമുക്കത് കിട്ടും. പിന്നീട് വേസ്റ്റ് മെറ്റീരിയൽസിനെ ആ ഫുഡ് വാക്യൂൾസിനെ വേസ്റ്റ് മെറ്റീരിയൽസ് ഇതിൽ ഓപ്പൺ ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു. അതിന് നമ്മൾ എജഷൻ എന്ന് പറയും. പിന്നെ അസിമിലേഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, നമ്മുടെ പ്രോസസ്സ് ഇതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ പ്രോസസ്സ് എന്തൊക്കെയാണ് മക്കളെ? ഇഞ്ചഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇതൊക്കെ നോട്ട് ചെയ്യണേ മക്കളെ. ആൻഡ് ഇജഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇതാ ഒരു സെൽ മെംബ്രെയിന്റെ കേസിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളകത്ത് ഒരു ഫുഡ് വാക്യൂൾ ഉണ്ടാവും, പിന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, സ്യൂഡോപോഡിയ ഉണ്ടാവും. ഇതാണ് സ്യൂഡോപോഡിയ, ഈ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെ. പിന്നെ വി ഹാവ് കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ഉണ്ടാവും. നമുക്ക് എന്തുണ്ടാവും? കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ഉണ്ടാവും, ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവും, എക്ടോപ്ലാസം ഉണ്ടാവും. വി ഹാവ് എക്ടോപ്ലാസവും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ.